തങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം നമുക്കും വേണ്ട. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവരെ വീട്ടിൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന മദീനയിൽ ആദ്യം താമസിച്ച വീടാണത്. മാസങ്ങളോളം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എപ്പ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താലും തിരിച്ചു വരുമ്പോ ഞാൻ ആ പാത്രത്തിലേക്ക് നോക്കും, എവിടെയാണ് മുത്തുനബി തങ്ങളെ കൈ പതിഞ്ഞത്, ആ പതിഞ്ഞ ഇടത്തുനിന്ന് ഞാൻ അങ്ങ് വാരിയെടുക്കും. ഇതൊരു കാര്യം ശ്രദ്ധിക്കണം, ചെറിയ മക്കള്, വിശുദ്ധമായ കൈകള്, ചളിയും മറ്റൊന്നും പുരലാത്ത കൈകള്, പഴയ കാലത്ത് മക്കള് കഴിച്ച ബാക്കിയില് ബാപ്പയും ഉമ്മയും ചോറും മറ്റും ചേർത്തിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു. ബാപ്പാർക്കും ഉമ്മാർക്കും നല്ല ആഫിയത്ത് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കത് വേണ്ട, നമ്മൾ വേസ്റ്റിലേക്ക് തട്ടുന്നു, നമുക്ക് ആരോഗ്യം പോയി, രോഗത്തിനൊന്നും നമ്മൾ അടിമകളായി മാറി. അല്ലേ? ഒരാൾ കഴിച്ച ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാൻ അതാര്? സ്വന്തം മക്കൾ തന്നെ. ഒരു കേടൂല, നല്ല വൃത്തിയുള്ള കയ്യാ. പഴയ കാലത്തെങ്ങനെ? ആ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഭക്ഷണം ഇട്ടിട്ട് കഴിക്കും. ഇന്ന് അതിന് പകരം ഗുളിക വാങ്ങി കഴിക്കും. അന്നൊന്നും തമ്മിലുള്ള വ്യത്യാസം നോക്ക് നിങ്ങൾ, ഇത്തിബായിന്റെ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു പാത്രം, കുടിച്ച പാത്രം കൊണ്ടുവരാണെങ്കിൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അതിങ്ങനെ കറക്കി നോക്കുന്നതാണ്. ആ പാത്രം ഇങ്ങനെ ഒന്ന് ചുറ്റി കറക്കി നോക്കുന്നു, എവിടെയാണ് ചുണ്ടിന്റെ നനവ്, നാവിന്റെ നനവ് തട്ടിയത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കും. ആ നനവ് തട്ടിയ ഭാഗത്ത് തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് കുടിക്കും. അതിലെ ബാക്കിയുള്ളത് ഒരു മൂമിനായ മനുഷ്യൻ കുടിച്ച ബാക്കിയാണ്. അത് കുടിച്ചോളി, ഷിഫ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർ, മോഡൽ ആൾക്കാർ ചോദിക്കണേ അങ്ങനെ ഉണ്ടോ? ഒരു മൂമിനായ മനുഷ്യൻ കുടിച്ച ബാക്കിയിൽ ഷിഫ ഉണ്ടാ, ബാക്കി കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉപ്പ കുടിച്ചു വെച്ച ക്ലാസ് ആണെങ്കിൽ അതുകൂടി സോപ്പിട്ട് കഴുകിയിട്ട് വേണം വെള്ളം കുടിക്കാൻ, അല്ലേ? ആ ബാക്കിയിൽ കുടിക്കാൻ തരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദബ് ഇങ്ങനെയല്ല. തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം തിരിച്ചു കൊണ്ടുപോകുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു നോക്കും, എവിടെയാണ് കൈവിരൽ പതിഞ്ഞത്. ഭാര്യയെ നോക്കും, അടിമസ്ത്രീയെ നോക്കും, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വാരിയെടുക്കും. ഒരു ദിവസം സ്പെഷ്യലായിട്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി. മഹാനവറുകൾ പറയുന്നു, അന്ന് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു. ഭക്ഷണം കൊണ്ടുപോയിച്ച് സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എടുത്തു കൊണ്ടുവരുന്ന ഒരു സമയമായപ്പോ ഞാൻ പോയി എടുക്കാൻ. പക്ഷേ കൊണ്ടുപോയി വെച്ച ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട്. ഭക്ഷണം തീരെ തൊട്ടിട്ടില്ല, അനങ്ങിയിട്ടില്ല, കൈവിരൽ എവിടെയും കാണുന്നില്ല. പേടിച്ചുപോയി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഇന്നത്തെ ഭക്ഷണത്തിൽ തൊട്ടിട്ടില്ലല്ലോ, കഴിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും വെറുപ്പുള്ള സംഗതി ഇന്നത്തെ ഭക്ഷണത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് നിങ്ങൾക്ക് നല്ല ഭക്ഷണമായിരിക്കും, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നതിലുണ്ട്. എന്താണ് നബിയെ? പച്ച ഉള്ളി നിങ്ങൾ അതിൽ വെച്ചിട്ടില്ലേ? ആ പച്ച ഉള്ളി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫഇന്നീ ഉനാജി മല്ലാ തുനാജിഹിം. നിങ്ങൾ സംഭാഷണം നടത്താത്ത ചില ആളുകളോട് എനിക്ക് സംഭാഷണം നടത്താനുണ്ട്. മാലാകമാരാണത്, അവർക്ക് ഈ വാസന ഇഷ്ടമില്ല. ഈ ഉള്ളി, പച്ച ഉള്ളി ഞാൻ ഭക്ഷിക്കാറില്ല. വേവിച്ച ഉള്ളിക്ക് കുഴപ്പമില്ല, പച്ച ഉള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിവരം കിട്ടിയതോടുകൂടെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തരത്തിലുള്ള മോഡലായ ഭക്ഷണം ഇനി ഈ വീട്ടിൽ ഉണ്ടാക്കേണ്ടതില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വഹാബിമാര് ഭക്ഷണം കഴിക്കാനിരുന്നു. നല്ല ഒരു പാത്രം, ഇറച്ചിയും മറ്റുമൊക്കെയുള്ള പാത്രം കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോ അതിലുള്ള കയ്യിൽ കൊണ്ട് മഹാനവറുകൾ അങ്ങനെ കോരിയെടുക്കുന്നു, തെരഞ്ഞു പിടിച്ച് കോരുന്നു. ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ തിരയുന്നത്? ഇറച്ചിയാണോ? ഇറച്ചിയല്ല, ഞാൻ തിരയുന്നത് ചുരങ്ങയാണ്. എന്തേ ചുരങ്ങ തിരയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു ഭക്ഷണത്തിന് ഞാൻ പങ്കെടുത്തപ്പോ തങ്ങൾ ചുരങ്ങ തന്നെ, അതിന്റെ കഷ്ടം തന്നെ കോരിയിട്ട് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. അന്നു മുതൽ എനിക്കും അത് ഇഷ്ടമാണ്. എന്തുകൊണ്ടാ ഇഷ്ടമായത്? തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടതല്ലേ, എനിക്കും അത് ഇഷ്ടമാണ്. ആരോഗ്യത്തിനും നല്ലതാണ്. ഞാൻ അതിന്റെ ആരോഗ്യ വശങ്ങളൊന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് ഇഷ്ടമാണോ? എനിക്കും അത് ഇഷ്ടമാകണം. തങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഭക്ഷണം, തങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിഭവങ്ങൾ, തങ്ങൾ ഭക്ഷണം കഴിച്ച ശൈലി, തങ്ങൾ കഴിച്ച രൂപഭാവങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ
ലീലാഫി ഖുറൈശി ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. അത് സുന്നത്താണ്. എപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് സുന്നത്താണ്. സഹോദരങ്ങളെ, ആ ഭക്ഷണത്തിന്റെ ഹാലിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണം. പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ഉറങ്ങാൻ പോകുന്ന ആള് ഉറക്കിന്റെ സമയത്ത് പാലിക്കേണ്ട ആദാബുകളൊക്കെ പാലിക്കണം. ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങ് മൂത്രമൊഴിച്ച് റെഡിയാക്കി അങ്ങ് കിടന്നാ പോരാ. അതേ മിസ്വാക്കൊക്കെ ചെയ്ത് നല്ലൊരു ഉളു എടുക്കണം. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ആ വസ്ത്രത്തിൽ അത്തറ് പൂശണം. വിരിപ്പും പുതപ്പും തലയിണുമൊക്കെ 3 പ്രാവശ്യം കുടയണം. അസ്പൃശ്യതകളൊന്നും ഇല്ലാത്ത രൂപത്തില്, നജസൊന്നും ഇല്ലാത്ത സ്ഥലത്താകണം കിടക്കേണ്ടത്. കിടക്കുന്നതിന്റെ മുമ്പ് പഠിപാലിച്ച ദിക്റുകളൊക്കെ ചൊല്ലണം. കിടന്നു കഴിഞ്ഞിട്ടുള്ള ദിക്റുകളും ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നത് അതുപോലെ കിടക്കണം. ആ രൂപഭാവത്തിൽ മാറ്റം ഉണ്ടാകരുത്. തുടക്കത്തിൽ ആ ശൈലിയും രൂപങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ്. കുളിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അവിടുന്ന് കുളിച്ചത്, വുളു എടുക്കാതെ ഒറ്റ കുളിയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നു. നമ്മൾ എത്ര കാലമായി കുളിക്കുന്നു? ആകെ നമ്മൾ മിസ്വാക്ക് ചെയ്യും ഒരു സുബൈക്ക്. 24 മണിക്കൂർ ഒരു മിസ്വാക്കാണ് ആകെ ചിലർക്ക് കിട്ടുന്നത്. കുളിക്കാൻ നേരത്തെ ഒരു മിസ്വാക്ക് ചെയ്തൂടെ? മിസ്വാക്ക് ചെയ്തിട്ട് കാമിലായ ഉളു എടുത്തിട്ടാണ് തങ്ങൾ കുളിക്കാറുള്ളത്. ഉളു എടുക്കാതെ ഒരൊറ്റ ദിവസവും തങ്ങൾ കുളിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നു. കുളിക്കുന്ന ശൈലി അടക്കം കുളിക്കുന്ന സമയത്ത് വലത്തെ ഭാഗത്തെ പരിഗണിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ച്, പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി, സോപ്പും മറ്റൊക്കെ ഉപയോഗിച്ച് റെഡിയാക്കി, വുളൂഇന്റെ കുളിയുടെ അവസാനം വരെ വുളൂ കാത്തു സൂക്ഷിച്ച്, ഇടക്കപ്പെങ്ങാനും വുളൂ മുറിഞ്ഞു പോയാൽ വീണ്ടും വുളൂ എടുത്ത്, അങ്ങനെ ആകണം നമ്മുടെ കുളി. ഞാൻ ഒരു ബാപ്പയും മകനും കുളിക്കുകയാണെങ്കിൽ ബാപ്പാന്റെ കുളി കണ്ടിട്ട് മകൻ പഠിക്കണം. കുറെ വെള്ളം ചെലവാക്കാന്നല്ല കുളി എന്ന് പറഞ്ഞാല് ആ കുളിക്കൊരു തർത്തീബുണ്ട്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങൾ? ഇതൊക്കെ ഇത്തിബാണ്. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി. അവസ്ഥകൾ, എല്ലാ അവസ്ഥകളും നമ്മൾ പാലിക്കണം കഴിവിന്റെ പരമാവധി. അല്ലാഹു